നവമി ദിനേശ് കൊച്ചി വിമാനത്താവളത്തിൽ ഉണ്ട്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ട്. അവിടെ നിരവധി എല്ലാം കൂടെ 800-ന് മുകളിൽ ഫ്ലൈറ്റുകൾ ഇന്ത്യ ഒട്ടാകെ റദ്ദായി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. ഇന്നലെയും ഇന്നുമായി നമ്മുടെ നിരവധി വിമാനങ്ങളും റദ്ദാക്കപ്പെട്ടു. ഒരുപാട് ആളുകൾ വല്ലാതെ പ്രതിസന്ധിയിൽ വലയുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇപ്പോഴും ഈ പ്രശ്നം തുടരുകയാണോ നവമി? എന്താണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? രഞ്ജിത്ത്, ഞാനിപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണുള്ളത്. സാധാരണ നമുക്കറിയാം ഈ സമയങ്ങളിലൊക്കെ എത്രമാത്രം തിരക്കായിരിക്കും ഒരു വിമാനത്താവളത്തിൽ ഉണ്ടാകുക എന്ന്. പക്ഷേ ഇവിടെ ഇപ്പോൾ പകുതി കാലിയായി കിടക്കുകയാണ്. നമുക്ക് ഈ ബോർഡിൽ തന്നെ കാണാം, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള എല്ലാ വിമാനങ്ങളും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇതിൽ നോക്കാം, ദോഹ ക്യാൻസൽഡ്, കുവൈറ്റ് ക്യാൻസൽഡ്, അബുദാബി ക്യാൻസൽഡ്, ജിദ്ദ ക്യാൻസൽഡ്, അങ്ങനെ എല്ലാ ഷാർജ ക്യാൻസൽഡ്, അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള എല്ലാ വിമാനങ്ങളും മസ്കറ്റിലേക്ക് ഇത് പുറപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഡിലേ ആണ് എന്നുകൂടി ഈ ബോർഡിൽ കാണിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥയും. ആളുകളൊക്കെ വലിയ വിഷമത്തിലാണ്. പലർക്കും ജോലിക്ക് കയറേണ്ട ദിവസമാണ്, അടുത്ത ബന്ധുക്കൾ ഉണ്ട്, അവരുടെ അടുത്തേക്ക് പോകണം. മറ്റ് നിവൃത്തിയില്ലാതെ എങ്ങനെയെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുമോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരുണ്ട് പലരും ഇവിടെ. അങ്ങനെയുള്ളവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. അതിനു മുൻപ് ഇന്ന് രാത്രി 12 മണിവരെയുള്ള വിമാനങ്ങൾ 16 വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ദുബായ്, സലാല, ദോഹ, അബുദാബി, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇത് 8:10-ന് മസ്കറ്റിലേക്കുള്ള ഒമാൻ എയർ വിമാനവും 11:30-നുള്ള സൗദി എയറിന്റെ ജിദ്ദ വിമാനവും റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലും ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. പലരും അത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചേട്ടാ, എവിടേക്ക് പോകാനായിരുന്നു? എൻ്റെ കൊച്ചിന് അതായത് സൗദിക്കാണ്. ജിദ്ദയ്ക്കുള്ള ഇതുവരെ ഒന്നും ഡിലേ ഒന്നും പറഞ്ഞിട്ടില്ല. ഭംഗിയായിട്ട് തന്നെ പോകുന്നു തോന്നുന്നു. പിന്നെ ജിദ്ദന്ന് കാസിയും വരെ പോകേണ്ടതാണ്. രാവിലെ വന്നപ്പോൾ കയറ്റി വിട്ടിട്ട് പോകാനായിട്ടിരിക്കുകയാണ്. 11:30-ക്കാണ്, 11:30-നാണ് ഫ്ലൈറ്റ്. ഇതുവരെ ഒന്നും കുഴപ്പങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വിശ്വസിച്ചിരിക്കുന്നു. ഇതുവരെ ഒരു ഡിലേയും പറഞ്ഞിട്ടില്ല. പോകാനുള്ളതാണ്. അവർക്ക് ഫ്ലൈറ്റ് ഡിലേ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. വേറൊരു മസ്കറ്റിന് പോകാനായിട്ട് എന്താ പറയുന്നത്? അവർ കൺഫേം ആകുമെന്നാണ് അവർ പറയുന്നത്. 9:30-യുടെ ഫ്ലൈറ്റ് ഡിലേ ആണ്, കൺഫേം ആകുമെന്നാണ് പറയുന്നത്. അവിടെ വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യാം. അപ്പോൾ തിരിച്ച് ജോലിക്ക് കയറേണ്ട സമയം ഇല്ല, സമയമായിട്ടില്ല. ഇനി സമയമുണ്ട്. എന്നാലും ഒരു സാവകാശമുണ്ട് എങ്കിൽ പോലും അല്ലേ? ഓക്കെ. അങ്ങനെ സാവകാശമുള്ളവരും ഉണ്ടെങ്കിൽ പോലും കുറച്ച് പേരൊക്കെ ഇത് ഡിലേ ആയി തിരിച്ച്. ചേട്ടാ, എവിടേക്കാ? എന്താ പറയുന്നത്? അറിവിലായില്ല, സമയം പിടിക്കുന്ന പറഞ്ഞു. 11:30 ഫ്ലൈറ്റ്. 11:30 ഫ്ലൈറ്റ്. ഇത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു? ഇല്ല, ഇതുവരെ പറഞ്ഞില്ല. ഇന്നലെ രാത്രി വരെ ക്യാൻസൽ ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്നാലും ഒരു ആശങ്കയുണ്ട് അല്ലേ? അവിടെ ജോലി ചെയ്യാണ്. കൂടുതൽ ആളുകളോട് ചോദിക്കാം. ചേട്ടാ, എങ്ങോട്ടേക്ക് പോകാൻ? ഞങ്ങൾ മസ്കറ്റ്. ഞാനും എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾ ഇന്നലെ മുതലോട് വെയിറ്റ് ചെയ്യണതാണ്. ഇന്നലെ മുതൽ വെയിറ്റ് ചെയ്യായിരുന്നു. എപ്പോഴായിരുന്നു ഫ്ലൈറ്റ്? ഇന്നലത്തെ ഞങ്ങളുടെ ഫ്ലൈറ്റ് രാവിലെ 2:30 ഫ്ലൈറ്റ്, ഉച്ചയ്ക്കത്തെ 2:30 ഫ്ലൈറ്റ് പാതി വഴി പോയിട്ട് തിരിച്ചു വരും ചെയ്തത്. എന്നിട്ട് പിന്നെ ഇവിടെ കുറേ നേരം മുകളിൽ കൂടെ കിടന്ന് കറങ്ങി വൈകുന്നേരം ഇവിടെ ഞങ്ങൾ ഡിസംബാർക്ക് ചെയ്തപ്പോഴത്തേക്കും ഏകദേശം ഒരു 6 മണിയായി. അത് കഴിഞ്ഞ് പിന്നെ ഇവർ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 10:30 ആകുമ്പോഴത്തേക്ക് ഇൻഫർമേഷൻ തരാമെന്ന് പറഞ്ഞു. അവരൊന്നും തന്നുമില്ല. പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടെ സ്റ്റേ ചെയ്തു ഇവിടെ. അതിനിട്ട് ഇതുവരെയായിട്ടൊന്നും ആയിട്ടില്ല. ഇന്ന് രാവിലെ വരാൻ പറഞ്ഞു. ഇപ്പൊ എന്താ അവര് കിട്ടും, സീറ്റ് കിട്ടുമായിരിക്കും. ഇനിയും ഒരു ഫ്ലൈറ്റും കൂടെ പോകാനുണ്ടെന്ന് പറഞ്ഞു. 2:25 വേറൊരു ഫ്ലൈറ്റ് പോകാനുണ്ട്. അത് കിട്ടുന്നുള്ള പ്രതീക്ഷ. തന്നേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ വി ഹാവ് ഓൾറെഡി മെയ്ഡ് ദ പേയ്മെന്റ് ആൻഡ് വി ഹാവ് ഓൾറെഡി ട്രാവൽഡ് ഓൾസോ. അപ്പോൾ അതാണ് അവിടെ തന്നേ പറ്റുള്ളൂ. ചിലപ്പോൾ ഡിലേ വരുമായിരിക്കും. ഇത് എവിടെയാ താമസിച്ചപ്പോ? ഞങ്ങൾ എറണാകുളത്ത് തന്നെയാണ്. അപ്പോൾ പോയിട്ട് വന്നു. പിന്നെ ഇന്നലെ പോയി പകുതി ദൂരം യാത്ര ചെയ്ത ശേഷം തിരിച്ചിറങ്ങിയവരും ഉണ്ട്. അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ആശങ്കയും ഉണ്ട്. ചേട്ടാ, എങ്ങോട്ടേക്ക് പോകാനായിരുന്നു? മസ്കറ്റിലേക്ക്. എന്താ പറയുന്നത്? ഒന്നും വെയിറ്റ് ചെയ്യാൻ. ഇന്നലെ വന്നല്ലോ. ഇന്നലെ 11 മണിക്കൂടെ വന്ന 2:15 ഫ്ലൈറ്റിൽ ഫ്ലൈ ചെയ്തു. റിട്ടേൺ 1.5 മണിക്കൂർ ഫ്ലൈ ചെയ്തതിൻ്റെ ശേഷം റിട്ടേൺ 6:30 ഇവിടെ ലാൻഡ് ചെയ്തു. 10 മണി വരെ ഇവർ ഇവിടെ പിടിച്ചിരുത്തിയാണ് ഡീറ്റെയിൽസൊക്കെ വാങ്ങിക്കാൻ.
എന്നിട്ട് പറഞ്ഞു ഹോട്ടലിലേക്ക് പോയി. അവർ ഒരു ഉത്തരവാദിത്വമില്ല, ആർക്കും ഇല്ല. കമ്പനിക്കും ഇല്ല, സിയാലിനും ഇല്ല, ആർക്കും ഇല്ല. പൈസ ഉള്ളവരൊക്കെ ഹോട്ടലെടുത്ത് താമസിച്ചു, പൈസ ഇല്ലാത്തവരൊക്കെ ഇവിടേക്ക് കിടന്നു. ഇപ്പോൾ രാവിലെ 6 മണിക്ക് വരാൻ പറഞ്ഞു, 5:30 ഇവിടെ വന്നു. ഇതന്നെ അവസ്ഥ. വെയിറ്റ് ചെയ്യുക. കുറേ പേര് പോയിട്ടുണ്ട്, 150 പേര് ഇപ്പോൾ പോയിട്ടുണ്ട് എമിഗ്രേഷന് വേണ്ടിയിട്ട്. ഇനി കുറച്ച് പേരുള്ളൂ, 50 പേരും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. 11:30 ഫ്ലൈറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 2:30 ഉണ്ട് ഫ്ലൈറ്റ്. ഏത് ഫ്ലൈറ്റിലാണെന്ന് അറിയില്ല. എന്നാലും ഇന്ന് കയറ്റി വിടാമെന്ന് അവർ പറയുന്നുണ്ട്. പോയി പ്രതീക്ഷയിലിരിക്കുന്നു. അവിടെ വർക്ക് ചെയ്യാണ്. അതെ, വർക്ക് ചെയ്യാണ്. എത്ര വർഷമായി? 10-30 വർഷമായി. അപ്പോൾ ഇന്ന് ജോലിക്ക് കയറേണ്ട അതിപ്പോ ഇന്ന് ജോയിൻ ചെയ്യാണ്ടായിരുന്നു. പക്ഷെ ജോയിൻ ചെയ്യാൻ കുഴപ്പമില്ല. കമ്പനിക്ക് ബോഡി പാസ് അയച്ചെടുത്തപ്പോ ഓക്കെ പറഞ്ഞു. ഒമാനികൾ തന്നെ അവിടെ സുഹൃത്തുക്കളൊക്കെ എന്താ പറയുന്നത്? അവരിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നത്. അവിടെ പ്രശ്നമൊന്നുമില്ല, ഒമാനിലെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒരു പ്രശ്നം. ഫ്ലൈറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ടെൻഷൻ. ഞാനല്ല പോകുന്നത്, മോനാണ് പോകേണ്ടത്. ദുബായിക്കാണ് പോകേണ്ടത്. പിന്നെ ഇന്നത്തെ ഫ്ലൈറ്റ് ആയിരുന്നു, ക്യാൻസലായിപ്പോയി. വേറെ എന്തെങ്കിലും മസ്കറ്റ് വഴി വല്ലതും പോകാൻ വല്ല വഴിയുണ്ടോ എന്ന് പുള്ളി ആലോചിച്ചുകൊണ്ടിരിക്കും. പുള്ളി അവിടെ വർക്ക് ചെയ്യാം. പിന്നെ പ്രധാനമായി രഞ്ജിത്ത്, അവിടെ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയാണ്. അവർക്കാണ് വലിയൊരു ആശങ്കയുള്ളത്. ഇനി എപ്പോൾ തിരിച്ചു പോകാൻ കഴിയും എന്നുള്ളൊരു ഇതാണ്. പക്ഷേ ഇവിടെ നിന്ന് പറയുന്നത്, അതോറിറ്റീസ് പറയുന്നത് അവർക്ക് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. മറ്റ് ഫ്ലൈറ്റുകൾ 11:30-ക്കും 2:30-ക്കും ഒക്കെ ഫ്ലൈറ്റിലുണ്ട്. അതിൽ പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, ജോലിക്ക് കയറേണ്ടവരുണ്ട്. എന്നാലും ചെറിയൊരു ആശങ്കയുണ്ട്, പോകാൻ കഴിയുമോ എന്നതൊക്കെ. ഇതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ അവസ്ഥ. നമ്മൾ സാധാരണ ഈ സമയത്തൊക്കെ എത്രമാത്രം തിരക്കുണ്ടാകേണ്ട ഒരു വിമാനത്താവളമാണ്. അവിടെ ഇപ്പോൾ പകുതി ആളുകൾ പോലെ ഇപ്പോൾ കാത്തിരിക്കുന്നവർ പോകാൻ കഴിയും എന്ന ഇവരുടെ വിശ്വാസത്തിലിരിക്കുന്നവരാണ്. അതിനിടയിൽ തന്നെ ഇന്നലെ ഒമാനിലേക്ക് 2:30-ക്ക് പോയ ഫ്ലൈറ്റ് പിന്നീട് തിരിച്ചിറക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായി. അത് അവിടെ പ്രശ്നം രൂക്ഷമാണ് എന്നറിഞ്ഞതിനെ തുടർന്ന് അവിടെ നിന്ന് തിരിച്ചിറക്കി രാത്രി 6:30യോടുകൂടി തന്നെ വീണ്ടും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുകയും അതിനുശേഷം ഇവിടെ റൂമൊക്കെ എടുത്ത് താമസിച്ച് രാവിലെ വരാൻ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം അവർ രാവിലെ വന്നു. പക്ഷെ അപ്പോഴും ചെറിയൊരു ആശങ്ക, പ്രതിസന്ധി നിലനിൽക്കുന്നത് ഫ്ലൈറ്റ് ഉണ്ടാകുമോ, അവർക്ക് ഇന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമോ എന്നൊരു ആശങ്കയാണ്. നമ്മൾ നേരത്തെ ആ ബോർഡിൽ കണ്ടതാണ്. എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന 2 ഫ്ലൈറ്റുകളുണ്ട്. അത് 11:30-ക്കും 2:30-ക്കുമാണ്. അതിൽ പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഭൂരിഭാഗം ആളുകൾ നിൽക്കുന്നത്. മകനെ യാത്രയാക്കാൻ വന്നവരുണ്ട്, സ്വന്തമായി ജോലിക്ക് പോകാൻ വന്നവരുണ്ട്, മകളെ യാത്രയാക്കാൻ വന്നവരുണ്ട്. അതെല്ലാവരും ഒരേ ആശങ്കയോടുകൂടി തന്നെയാണ്, അവരുടെ ആശങ്ക കൂടിയാണ് നമ്മളിപ്പോൾ പങ്കുവച്ചത്. എന്തായാലും മറ്റ് പ്രതിസന്ധികളൊന്നും തന്നെ ഇല്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ അവരൊക്കെ സുരക്ഷിതമായി ഇരിക്കുന്നു, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടിയാണ് അറിയിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് ഏതായാലും വലിയ ആശങ്ക വിമാനയാത്രയുമായി ബന്ധപ്പെട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ജോലിക്കുമായി മറ്റും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന, ഗൾഫ് രാജ്യങ്ങളിലേക്ക് മറ്റും പോകുന്ന, ഇന്നൊക്കെ ജോലിക്ക് കയറേണ്ട ആളുകളാണ്. അവധിക്കൊക്കെ ശേഷം തിരിച്ചു പോകുന്നവരാണ്. അവർക്കും വളരെ പെട്ടെന്നുണ്ടായ ഈ സംഭവവികാസം ചില്ലറ പ്രശ്നമല്ല സൃഷ്ടിക്കുന്നത്. അതിനുള്ള പരിഹാരമുണ്ടാകണം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യോമഗതാഗതം എപ്പോഴേക്ക് പുനഃസ്ഥാപിക്കാനാകുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ അല്പം മുമ്പ് വന്ന വിവരമനുസരിച്ച് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഏതാണ്ട് കൂടുതൽ മസ്കറ്റിലേക്കും ജിദ്ദയിലേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടില്ല. 16 വിമാനങ്ങൾ കൂടി റദ്ദാക്കിയെന്ന വിവരമാണ്. ദുബായ്, സലാല, ദോഹ, അബുദാബി, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. മസ്കറ്റിലേക്കും ജിദ്ദയിലേക്കും വിമാന സർവീസുകൾ ഉണ്ടാകും എന്ന വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 8:10 മസ്കറ്റിലേക്കുള്ള ഒമാൻ എയർ വിമാനവും 11:30 സൗദി എയറിൻ്റെ ജിദ്ദ വിമാനവും ഷെഡ്യൂൾ ചെയ്തതായി കാണിക്കുന്നു. നവമി ദിനേശാണ് ആ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.